എന്നാ പുറപ്പെടാൻ വൈദേഹി. അയ്യോ, ആ പെണ്ണിന് തൂക്കുകയറാണോ വിധിച്ചേ? ചുമ്മാ ഒരു തടവ് ശിക്ഷ വിധിച്ചാ പോരായിരുന്നോ? അതെന്നാ അങ്ങനെ പറഞ്ഞത്? അയ്യോ പാവം എന്നൊന്നും വിചാരിക്കേണ്ടവളേ അല്ലവൾ. നമ്മളെ ചതിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പോട്ടേന്ന് വെക്കാം. ഭർത്താവിനെ കുത്തിക്കൊന്നൊരു ക്രൂരയാണവൾ. അവര് തമ്മിൽ എന്തായിരുന്നോ പ്രശ്നം? അത് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ആ പെണ്ണ് അങ്ങനെ എന്തോ ചെയ്തെന്ന് കരുതി നമ്മളും അത് തന്നെ ചെയ്താ അവളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഇതില് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഇന്ദുവമ്മേ? നമ്മളാരും അല്ലല്ലോ അവൾക്കെതിരെ കേസിട്ടത്. വധശിക്ഷ വിധിക്കാനും ചോദിച്ചില്ല. ഒരു വഞ്ചകയായ സ്ത്രീ വൈദേഹിയായി ഇവിടെ കേറി പറ്റാൻ നോക്കിയപ്പോ, നമ്മളെ ചതിക്കാൻ ശ്രമിച്ചപ്പോ നമ്മൾ പ്രതികരിച്ചു, അത്ര തന്നെ. ആ പെണ്ണ് ചെയ്ത കുറ്റത്തിന് അവർക്കുള്ള ശിക്ഷ കിട്ടി. ഇതിൽ നമ്മളാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാളുടെ ജീവൻ പോകുന്ന കാര്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് കൂട്ടുനിൽക്കില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മളിതിന്റെ പിന്നാലെ പോകാതിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെ വധശിക്ഷ ലഭിക്കില്ലായിരുന്നു. അപ്പൊ അവളാണ് വൈദേഹി എന്ന് പറഞ്ഞ് നമ്മുടെ ദേവനെയും നിങ്ങളെ എല്ലാവരെയും അവള് ചതിച്ചേനെ. അത് കുഴപ്പമില്ലെന്നാണോ? അവരാരാ എന്താന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അവരെക്കുറിച്ച് നമ്മൾ എന്തിനു വിഷമിക്കണം? അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളില്ലേ? ഒരു പ്രശ്നം ഒഴിഞ്ഞു പോയിന്ന് കരുതി സമാധാനിക്കല്ലേ വേണ്ടത്? എന്നുവെച്ചാ അത് വൈദേഹിയാണോന്ന് ഇവിടെയുള്ളവരുടെ മനസ്സിൽ സംശയമുണ്ടെന്നാണോ ഇപ്പോഴും പറയുന്നത്? ഇവിടെ ആർക്കും അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല. ഇല്ലെന്നാണെങ്കില് ആ പെണ്ണിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കോ? നമ്മുടെ ദൈവം പോലും ആ പെണ്ണിനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? ആരെന്ത് ചിന്തിച്ച നിനക്കെന്താടാ? നിന്റെ നാവ് തന്നെയാടാ നിന്റെ ഏറ്റവും വലിയ ശത്രു. ആണോടാ ദേവ? അവള് വൈദേഹിയാണെന്ന് നീ സംശയിക്കുന്നുണ്ടോ? അയ്യോ ഇല്ല ആരാധ്യ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവള് വൈദേഹിയാണെന്ന് 1% എനിക്ക് തോന്നിയാ തൂക്കുകയറി പോയിട്ട് അവളെ ആ ജയിലിലേക്ക് പോലും ഞാൻ അയക്കില്ലായിരുന്നു. എന്റെ വൈദേഹി എന്നെ തനിച്ചാക്കി ലോകത്തുനിന്ന് പോയി കഴിഞ്ഞു. ആ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു ടെൻഷനും ഇല്ല. അല്ലെങ്കിൽ അത് വൈദേഹിയാണോ, ആണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി മനസ്സമാധാനം നഷ്ടപ്പെടും. അതൊക്കെ ഇരിക്കട്ടെ, ഒരു സംശയം കൂടി. ദേവന്റെ കൈ കിടന്ന് മരിച്ചത് വൈശാലിയാണെങ്കിലോ, ജയിലിലുള്ളത് വൈദേഹിയാണെങ്കിലോ? ഞാൻ തന്നെ ദേവേട്ടന്റെ വൈദേഹി. സത്യമായിട്ടും ദേവേട്ടന്റെ ഭാര്യ വൈദേഹിയ. ഇനി തൂക്കി കയറ്റിയതിനു ശേഷം ആ സത്യം മനസ്സിലാവുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ദേവ? നെഞ്ചത്തോടൊരു ട്രെയിൻ ഓടുന്നുണ്ടല്ലേ? ആ എനിക്കറിയാം, ഇതത്ര നിസ്സാര കാര്യമല്ല. കൊന്നു കളയാനാ തോന്നുന്ന. നിന്നെ കൊന്നു കുഴിച്ചു മൂടുക വേണ്ടത്. ഈ സമയത്താണോടാ കസ്റ്റമർ കെയറിന്ന് വിളിക്കുന്നത്? വെക്കടാ ഫോൺ. ഏതോ കസ്റ്റമർ കെയറിന്നുള്ള ഫോണാ. എന്തു പറഞ്ഞാലും ഒരു നാണവും ഇല്ല. മിണ്ടാതെ ഫോൺ വെച്ചിട്ട് പോകാൻ പറഞ്ഞാ കേക്കണ്ടേ? എന്റെ അമ്മോ, ഇവളത് എനിക്കൊന്ന് വാണിങ്ങല്ലേ? കസ്റ്റമർ കെയറിനെയാണോ വഴക്ക് പറഞ്ഞത്? ഞാൻ കരുതി വരുണിനെ പറഞ്ഞതാണെന്ന്. പറഞ്ഞല്ലോ ഇപ്പൊ എന്താ തെറ്റ്? പിന്നല്ലാതെന്താ? ആ വഞ്ചകിയുടെ കാര്യം കഴിഞ്ഞല്ലോന്ന് ഒന്ന് സമാധാനിക്കാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് അത് വൈദേഹിയാണോ അവളുടെ പിണ്ടം വെക്കുന്നത് എപ്പോഴാണോ ഇതൊക്കെ ചോദിച്ചോണ്ട് വരുന്നത്. അങ്ങനെയല്ല വല്യമ്മേ. മിണ്ടാതിരിക്ക. നീ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ വരണേ? അവള് വൈദേഹിയായിരുന്നെങ്കിൽ ഇപ്പൊ അവള് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നേനെ. അങ്ങനെയല്ലാത്തത് കൊണ്ടാ ഇപ്പൊ അവള് നമ്മളാരും കാണാൻ പറ്റാത്തത്ര ദൂരത്തിലേക്ക് പോയത്.
എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കുന്നതെന്നറിയോ? അതിന് കാരണം നീയാടി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കല്യാണിയമ്മേ, ഞാനൊന്ന് വിചാരിച്ചാൽ വൈദേഹി തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന്? നീ പൊളിയാണടി. നീ കോടതിയിലോട്ട് കയറി ചെന്നതും നിന്റെ തലയ്ക്ക് ഓളായോ? എന്തിനുള്ള പുറപ്പാടാ? നീ പിടിക്കപ്പെട്ട് വൈദേഹി വിജയിക്കൂന്ന് കരുതി. പക്ഷെ പിന്നീടല്ലേ കാര്യം മനസ്സിലായത്. നീ അങ്ങനെ അവിടെ മലക്കം മറിയൂന്ന് വൈദേഹിയല്ല മറ്റാരും അവിടെ ചിന്തിച്ചു കാണില്ല. ഒരൊറ്റ വെടിക്കല്ലേ 2 പക്ഷികള് വീണത്. വൈദേഹിക്ക് വധശിക്ഷ കിട്ടി. വൈദേഹിയെ ശിക്ഷിക്കാൻ സഹായിച്ചതുകൊണ്ട് ആ വർമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യവും ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി അവളുടെ തൂക്ക് നടപ്പാക്കുന്നത് വരെ നമ്മൾ അടങ്ങിയിരിക്കണം. പിന്നീട് മതി നമ്മുടെ അടുത്ത പ്ലാൻ. ഇനിയുള്ള കളികളെല്ലാം വേറെ ലെവലിലായിരിക്കണം. പക തീർക്കുന്നത് ചന്ദ്രികയാണെങ്കിൽ വർമ്മയുടെ പതനം ഉറപ്പായിരിക്കണം. നീ എവിടുന്നാടി പച്ചൂത്തിയത്? നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞങ്ങളുടെ നാട്ടിൽ പോയപ്പോഴാ. എന്റെ മുറച്ചെറുക്കന്റെ പേരാ. അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടം, അറിയോ? അതുകൊണ്ട് അവന്റെ പേര് പച്ചകുത്തിയിരിക്കുന്നെ. പച്ചകുത്തിയത് ഞാൻ പച്ചകുത്തി കാര്യം ദേവേട്ടൻ അറിയാലോ. ഇത് കണ്ടാലെങ്കിലും ദേവേട്ടൻ എന്നെ വിശ്വസിക്കോ? പക്ഷെ ഞാൻ എങ്ങനെ ദേവേട്ടന്റെ അടുത്ത് എത്തും? എങ്ങനെ ഇവരുടെ അടുത്തൊന്നും രക്ഷപ്പെടാം? എന്താ ഒരു വഴി? എന്താ ചെയ്യണ്ടേ? മാഡം മാഡം ഒന്ന് വണ്ടി നിർത്താൻ പറയോ? എന്താ കാര്യം? ഓ, ഇപ്പൊ മനസ്സിലായി. കുറച്ചുകൂടെ മുമ്പിലാ പബ്ലിക് ടോയ്ലറ്റ്. അവിടെ എത്തുമ്പോ നിർത്താം. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തണേ. കോൺസ്റ്റബിൾസ്, നിങ്ങൾ അവളുടെ കൂടെ ചെല്ല്. ശരി മാഡം. മാഡം 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 വൈദേഹി ഓടി രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. അവളെ കാണാനില്ല. അവളെങ്ങനെ ഓടി രക്ഷപ്പെടാനാ? അവള് വൈദേഹിയാണെന്ന് ആരും ഒരല്പം പോലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവള് വൈദേഹിയല്ലെന്ന് ഉറപ്പാ. അവളുടെ മനസ്സും അവളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കിയ അവളുടെ ഭർത്താവാണ് പറയുന്നത്.
നിന്റെ കൈകളിൽ കടന്ന് മരിച്ചാലും എന്റെ കൈകൊണ്ടല്ലട ഞാൻ കുത്തിക്കൊന്നത്. വൈദേഹിയുടെ ജീവൻ പോയത് എന്റെ ഈ കൈകളിൽ കിടന്ന അവളുടെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഇനി ആര് വന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അതൊരിക്കലും സത്യമാവില്ല. നീയോ? നീ എങ്ങനെ എവിടെ എത്തിയത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലപാതകി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നാണോ? എങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചേക്കാം. ഒരു വട്ടം ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കും. ഞങ്ങൾ എന്ത് കേൾക്കണമെന്ന് നീ പറയുന്നത്? ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണമെന്നില്ല. പറയാനുള്ളതൊക്കെ നീ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇനി എന്താ ബാക്കിയുള്ളത്? ആരാധ്യ, നീ പോലീസിനെ വിളിക്ക. ഒന്നും മിണ്ടാതിരിക്കുക. ഞാൻ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതുമല്ല, ഒളിച്ചോടി എങ്ങോട്ടും പോകാനും പോകുന്നില്ല. നേരെ ഈ വീട്ടിലേക്ക് തന്നെയല്ലേ വന്നത്. ഒരു വട്ടം ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ വൈദികയാണെന്ന് വിശ്വാസം വന്നില്ലെങ്കിൽ അവരെന്നെ തൂക്കിലേറ്റ് വരെ കാത്തിരിക്കണ്ട. നിങ്ങൾ എന്നെ വീട്ടുമുറ്റത്തൊരു തൂക്കയറുണ്ടാക്കി അതിനകത്തിട്ട് കൊന്നേക്കും. ഏതോ ഒരു സ്ത്രീ അമ്മയെ രക്ഷിക്കുമ്പോ മരിച്ചെന്നും പറഞ്ഞ് അത് ഞാനാണെന്ന വിശ്വാസത്തിൽ ഇരിക്കല്ലേ എല്ലാവരും. ഞാൻ ഇവിടെ വെച്ച് എന്റെ ജീവൻ വെടിഞ്ഞ് തീർന്നില്ലേ? ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭർത്താവിന്റെ വീട്ടിലാ മരിച്ചെന്നെങ്കിലും നാളെ നാട്ടുകാരെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞോളൂല്ലോ. ആരാധ്യേ, നീ തൽക്കാലം ആരെയും വിളിക്കാൻ നിൽക്കണ്ട. നോക്കൂ, നീ വൈദേഹിയല്ല എന്ന് കോടതി തന്നെ വിധി എഴുതിയതല്ലേ. ഇനി നീ എന്തു പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെ കയറി വന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയില്ല. കോടതിക്കും നിയമത്തിനും ഒക്കെ അതീതമായതാണ് ബന്ധം. ആ ബന്ധത്തെ തമ്മിൽ അകറ്റാനുള്ള അവകാശം ഈ ലോകത്ത് മറ്റാർക്കുമില്ല. കോടതിയും നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കുറച്ചു നേരത്തേക്ക് മുൻവിധികളൊന്നുമില്ലാതെ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. ദേവേട്ട, ഇത്രയും നാളും എനിക്ക് കോടതി ശിക്ഷ വിധിച്ച ഞാനല്ലാതെ ദേവേട്ടൻ ഒറ്റയ്ക്കായിരിക്കാൻ ജീവിക്കാന്നോർത്താ ഞാൻ വേദനിച്ചത്. പക്ഷെ ദേവേട്ട, ഞാൻ വൈദേഹിയാണെന്ന് ദേവേട്ടനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തെളിവുണ്ട് ദേവേട്ട. അതിനെ കുറിച്ച് ഞാൻ ഓർത്തില്ല. തെളിവുകളെല്ലാം കാണിച്ച് മതിയായില്ലേ? ഇനിയിപ്പോ പുതിയ തെളിവായിട്ട് വന്നതായിരിക്കും. ഇത് പഴയ തെളിവ് തന്നെയാ. ഇത് ഞാനൊന്ന് തിരിച്ചു വന്നപ്പോ തന്നെ ദേവേട്ടനെ കാണിക്കേണ്ടതായിരുന്നു. ഇല്ലെങ്കിൽ ഈ കോടതികളും വഴക്കുകളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും നാളും എന്നെ ഓർത്ത് ദേവേട്ടൻ ഇങ്ങനെ വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്നാലും ഞാനിത് എങ്ങനെ മറന്നു എന്ന് എനിക്കറിയില്ല. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അത് വിട്ടുപോയതാ. പേടിയും വിഷമവും കാരണം ഞാനത് മറന്നുപോയി. നോക്കിക്കേ ദേവേട്ടാ, നോക്കിക്കേ. അന്നാ
ഒരിക്കൽ അമ്പലത്തിൽ വെച്ചൊരു സ്ത്രീ ചോദിച്ചപ്പോ ആദ്യം വേണ്ടെന്നാ പറഞ്ഞ്. പിന്നെ ദൈവമായിട്ടായിരിക്കും എന്റെ മനസ്സ് മാറ്റിയത്. ഡേവിഡിന്റെ പേര് പച്ചകുത്താൻ തീരുമാനിച്ചത്. ഇന്നിങ്ങനെ ഇതിന്റെ ആവശ്യം വരുന്നുള്ളത് അന്ന് ദൈവത്തിന് അറിയായിരുന്നിരിക്കാം. വൈദേഹി എന്ന് തെളിയിക്കാൻ ഇനി ഇതേ ഉള്ളൂ. എന്താ ദേവ ഇത്? വൈദേഹിയുടെ കഴുത്തിൽ നിന്റെ പേരവൾ പച്ച കുത്തിയിരുന്നോ? ശരിയാ മോളെ, അവൾ അങ്ങനൊരു പച്ച കുത്തിയിരുന്നു. അപ്പോ നീ ഞങ്ങളുടെ വൈദേഹിയാണല്ലേ? എന്നത്തേക്കാ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുന്നേ? വിധി എഴുതിയിട്ടല്ലേ ഉള്ളൂ. ഇനി തീയതി എന്നാന്നുള്ളതും കോടതി അറിയിക്കും കല്യാണിയമ്മേ. പക്ഷെ അതുവരെ അവൾക്ക് പുറം ലോകം കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി നമുക്ക് യാതൊരു പേടിയുടെ ആവശ്യമില്ല. പറയ് ലക്ഷ്മിയമ്മേ. ചേച്ചി, വൈദേഹി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ അവിടെ വന്നോ? ചേച്ചി മുഴുവൻ കഥയും കേക്ക്. അവള് വൈദേഹിയാണെന്നും പറഞ്ഞ് ദേവന്റെ പേര് അവളുടെ കഴുത്തില് പച്ച കുത്തിയത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അതിന്റെ പേരില് ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുക. നീ പിന്നെ വിളിക്ക. എന്നാ ശരി ചേച്ചി. ആരായിരുന്നു ചന്ദ്രികെ? നിന്റെ മുഖത്തെന്താ ഒരു വെപ്രാളം? എന്താ കാര്യം? വൈദേഹി രക്ഷപ്പെട്ടു അത്രേ. പണ്ടെന്നോ അവളുടെ കഴുത്തിൽ ദേവന്റെ പേര് പച്ച കുത്തിയിട്ടുണ്ടായിരുന്നത്രേ. ഇപ്പോൾ അതെല്ലാവരെയും കാണിച്ച് അവളാണ് വൈദേഹി എന്ന് പറയുവാണത്രേ. ഇതെന്താ പുതിയ കഥ? അപ്പൊ നീ വൈദേഹിയാണെന്നാണോ പറയുന്നേ? ഇത് പണ്ടൊരിക്കലൊരു അമ്പലത്തിൽ വെച്ച് ഞാൻ കുത്തിയതാ ദേവേട്ടാ. ദേവേട്ടൻ കണ്ടിട്ടുള്ളതാ. ഇത് വെച്ച് എന്നെ ഒത്തിരി കളിയാക്കിയിട്ടുള്ളതല്ലേ? അതൊക്കെ ശരിയാ. ഞാൻ ഈ പച്ച കുത്തി തന്ന് കണ്ടിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വൈദേഹിയാണ്. എന്റെ പേര് നിന്റെ കഴുത്തിൽ പച്ച കുത്തിയത് കൊണ്ട് മാത്രം നീ എന്റെ വൈദേഹിയായി മാറില്ല. എടാ മോനെ, നീ എന്തായി പറയുന്നത്? വൈദേഹി മാത്രല്ലേ ഇങ്ങനെ നിന്റെ പേര് പച്ച കുത്തിയിരുന്നത്?
പിന്നെന്താ നീ ഇത് വൈദേഹി അല്ലെന്ന് പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നു. മിണ്ടരുത്. എന്റെ വൈദേഹി എനിക്കറിയാം. അവൾ എന്റെ ഈ കൈകളിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ ഞാൻ ഇതുപോലെ പച്ച കുത്തിയത് കണ്ടതാ.